നമ്മളിന്ന് കാണാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ ഓൺഗോയിങ് ആയിട്ടുള്ള സീരീസാണ്. ഞാനിത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊരു അടിപൊളി സീരീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാതിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ സീരീസായിട്ട് കടക്കാം. സീരീസിന്റെ തുടക്കത്തിൽ തന്നെ ജപ്പാനാണ് കാണിക്കുന്നത്. ജപ്പാനില് നമ്മുടെ നായകനായിട്ടുള്ള ആയുനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഒരു മഴയുള്ള ദിവസം കൊടയൊക്കെ പിടിച്ചോണ്ട് തന്റെ ഫോണിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഫോണിലുള്ള പെൺകുട്ടിയുടെ കയ്യിൽ നോട്ട് ഇങ്ങനെയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമല്ലേടി എന്ന് പറഞ്ഞിട്ട് പായു അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനില് നമ്മളെ തായ്ലാൻഡാണ് കാണിക്കുന്നത്. തായ്ലാൻഡില് ഒരു കഫേയില് നേരത്തെ കണ്ട പെൺകുട്ടി, അവളുടെ പേര് മേ എന്നാണ്. മേ ആണെങ്കിൽ ഒരു ആനിവേഴ്സറി കേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള പായു അങ്ങോട്ട് കയറി വന്നിട്ട് ആ കേക്കുകാരനെ ഒന്ന് ഇടിക്കാൻ പോകുന്നുണ്ട്. അവൻ അവിടെ മെയിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ്, ആരുടെയോ 3ാമത്തെ വർഷത്തെ ആനിവേഴ്സറി കേക്കാണ് ഞാൻ കാരണം ഇപ്പൊ നഷ്ടമായേനെന്ന്. ഇതും കൂടി കേൾക്കുമ്പോഴേക്കും മേയ്ക്ക് നന്നായിട്ട് ദേഷ്യം വന്നുണ്ട്. കാരണം അവരുടെ ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം പോലും അവൻ മറന്നു പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആ ബെറർ കേക്കും പോപ്പറൊക്കെ ഇട്ട് വരെയാണ്. അപ്പോഴാണ് അവൻ തന്നെ ഓർക്കുന്നത് അവരുടെ ആനിവേഴ്സറി ആണ് ഇന്നെന്ന്. സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. ബെറേഴ്സ് ആണെങ്കിൽ ഇന്ത്യയോട് നിന്നിട്ട് കാര്യമില്ല, പോകാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ സോറിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഓർത്ത് വെക്കാതിരുന്നതിന് സോറിയെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവളാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നീ ഇന്നത്തെ ദിവസം എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു, അത് നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് വയ്ക്കുന്നുണ്ട്. പക്ഷേ അവനത് മറന്നുപോയിട്ടുണ്ടായിരിക്കും. പക്ഷെ അവൻ പറയാണ്, എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെ എന്നോട് പറയാം, അപ്പോൾ ഇത്ര സമയം പോകില്ലല്ലോ, നമുക്ക് അത് വേണ്ട പോലെ പെട്ടെന്ന് തന്നെ ചെയ്യാന്ന്. ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും അവൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവളാണെങ്കിൽ പറയാണ്, എനിക്ക് വേറൊന്നും നീ ചെയ്തു തരണ്ട, എനിക്ക് ബ്രേക്കപ്പാണ് വേണ്ടത്, എനിക്ക് നിന്റെ കുഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പായു എന്തെങ്കിലും പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൾ അവിടുന്ന് ബാഗ് എടുത്തിട്ട് പോവാണ്. അവനാണെങ്കിൽ ആ ആനിവേഴ്സറി കേക്ക് ഇട്ട് നോക്കി അതും കഴിച്ചോണ്ട് അവിടെ സാഡായി നിൽക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത ക്യാരക്ടർ വരുന്നത്. ഇതിന്റെ പേരാണ് ജബ് എന്ന്. ജബ് വന്നിട്ട് പറയാണ്, നീ എന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് നമ്മുടെ പായു ഓൾറെഡി ബ്രേക്കപ്പ് ആയെന്ന്. അവൻ പറയുന്നുണ്ട്, എടാ നീ ഇപ്പോൾ ബ്രേക്കപ്പ് ആയില്ലേ, ഇന്ന് രാത്രി നമ്മുടെ യൂണിവേഴ്സിറ്റി വക ഒരു പാർട്ടി ഉണ്ട്, ഇപ്പൊ നീ സിംഗിൾ ആയോണ്ട് തന്നെ നിനക്ക് അവിടുത്തെ ഗേൾസിനോടൊക്കെ ഫ്ലേർട്ട് ചെയ്യാനായിട്ട് ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നീ സങ്കടപ്പെടരുതോ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം നമ്മുടെ പായുവിനെ കൊണ്ട് ജബ്ബാണെങ്കിൽ പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള ഗേൾസിനെയൊക്കെ നോക്ക്, എന്തൊരു വൃത്തിയാണ്, ഇതിൽ ഇഷ്ടപ്പെട്ട ആളെ ആരെ വേണമെങ്കിലും നിനക്ക് സെലക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. പായു ആണെങ്കിൽ ചുറ്റും നോക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഒരു ടേസ്റ്റിന് ഇഷ്ടപ്പെട്ട ഒരു ഗേളെ അവിടെ ഒന്നും കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. നീ ഒന്നും കൂടി നോക്ക്, ഇവിടെ കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ടേബിളില് ഇന്നിന്ന് പറഞ്ഞ ഒരു പെണ്ണിരിക്കുന്നത്. അവളെ കാണുന്ന പായുവിന് ഒറ്റയടിക്ക് തന്നെ അവളെ അങ്ങോട്ട് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പായുവിനോടാണെങ്കിൽ ഇന്നിന്റെ കാര്യം പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടുന്ന് എണീറ്റ് പോകാണ്. നമ്മുടെ ജബ്ബാണെങ്കിൽ അന്ന് എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടുന്ന് പോകാണ്. പായു ആണെങ്കിൽ ഇന്നിന്റെ അടുത്ത് നല്ല രീതിക്ക് തന്നെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അവൾക്കും ആണെങ്കിൽ അതില് വേറെ പ്രശ്നമൊന്നുമില്ല. നിന്റെ IG അക്കൗണ്ട് ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ ഞാൻ തരാന്ന് പറഞ്ഞ് അവൾ അതില് സെർച്ച് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് മെയ് അവിടെ നിൽക്കുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. മെയ്യെ കാണുന്ന നമ്മുടെ പായു ആണെങ്കിൽ ആ ഫോൺ പിടിച്ചു മേടിച്ചിട്ട് ഇപ്പൊ വരാട്ടോ, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അവൻ മാറിയിരിക്കുന്ന കണ്ട് അങ്ങോട്ടേക്ക് ജബ്ബ് വന്ന് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിപ്പോൾ ഇവിടെ മെയ്യെ കണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്ക് നീ തോന്നിയതായിരിക്കും, കാരണം ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ തിരിച്ചു ചെന്നിട്ട് പിന്നെയും IG അക്കൗണ്ട് ചോദിക്കുമ്പോഴേക്കും അവളാണെങ്കിൽ അത് കൊടുക്കാനായിട്ട് പിന്നെയും ഫോൺ മേടിക്കുന്നുണ്ട്. ഇതേ സമയമാണ് മറുവശത്ത് നമ്മുടെ മെയ് നിൽക്കുന്നതായിട്ട് പായുവിന് പിന്നെയും തോന്നുന്നത്. ഈ പ്രാവശ്യം പായു ആണെങ്കിൽ മെയ്യിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഇതെന്തിപ്പോ ഇവിടെ നടക്കണേ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ ചെന്നിട്ട് മെയ് നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ അവൻ പുറകെ നിന്ന് ചോദിച്ചിട്ട് ആ പെണ്ണിന്റെ കൈ പിടിച്ച് വലിക്കുമ്പോഴാണ് അത് മെയ് അല്ലായിരിക്കും, വേറൊരു പെണ്ണായിരിക്കും. ആ പെണ്ണ് തിരിഞ്ഞു നോക്കുമ്പോൾ മെയ് ഐ ഹെൽപ്പ് ചെയ്യുന്നാണ് ചോദിക്കുന്നത്. ഇത് കാണുന്ന നമ്മുടെ ജബ്ബാണെങ്കിൽ വന്നിട്ട്, എടാ നീ ഇപ്പൊ സിംഗിളാണ്, നീ ആ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക, നിനക്ക് ആരെ വേണമെങ്കിലും ഫ്ലേർട്ട് ചെയ്യാം, ഏത് പെണ്ണിന്റെ ഒപ്പം വേണമെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് വെറുതെ കുറെ കോൺഫിഡൻസ് കൊടുത്തോണ്ടിരിക്കാണ്. ഈ കോൺഫിഡൻസ് ഒക്കെ കിട്ടിയ പായുവാണെങ്കിൽ ഒന്നും കൂടി ബൂസ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്നിന്റെ അടുത്ത് എല്ലാണ്. ഇന്നിന്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവളൊന്ന് തറപ്പിച്ച്
ഉറപ്പിച്ച് നോക്കുന്നുണ്ട്. കാരണം ഈ പ്രാവശ്യം ഫോൺ കൊണ്ടുപോകുന്നു. പെട്ടെന്ന് തന്നെ അവൾ പിന്നെയും അയച്ചു കൊടുക്കാനായിട്ട് എടുക്കുന്നുണ്ട്. നേരെ മറിച്ച് നേരെ സൈഡിൽ തന്നെ മെയ്യിനെയും കാണുന്നുണ്ട്. പക്ഷേ ഇവൻ ഈ പ്രാവശ്യം ഒന്നും അനങ്ങുന്നില്ല. അവളോട് വേഗത്തിൽ ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. മെയ് അടുത്തേക്ക് വന്ന് അവനെ സ്ലാപ്പ് ചെയ്യാൻ പോണ പോലെ അവന് തോന്നുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് എടുത്ത് എറിയുന്നുണ്ട്. പക്ഷെ അത് വീഴുന്നത് വേറൊരു ചെക്കൻ്റെ മേത്തേക്കാ. ഇതെല്ലാം അവൻ്റെ ഒരു ഹലോസിനേഷൻ മാത്രമാണ്. ആ ചെക്കനാണെങ്കിൽ നമ്മുടെ പായുവിന് നന്നായിട്ടങ്ങ് കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഹാലോസിനേഷൻ എല്ലാം മാറുന്ന രീതിയിൽ അവനാണെങ്കിൽ അവിടെ നന്നായിട്ട് പെയിൻ എടുത്തിട്ട് കിടക്കാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പായുവിനോട് ജബ്ബ് പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, നീ ഒരു ഡയറ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ഈ പ്രശ്നമൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് കിടന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ കുറച്ച് ഫോട്ടോ പിക്കെല്ലാം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ അവൻ മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണായിട്ട് പെട്ടെന്ന് തന്നെ മാച്ച് ആവുന്നുണ്ട്. ആ പെണ്ണിൻ്റെ അപ്പം നമ്മുടെ പായുവിനെ ഡേറ്റിങ്ങിന് വിടാണ്. അവളാണെങ്കിൽ പായുവിനെ കണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ഫോട്ടോ ബൂത്തിൽ കയറി ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ആ പെണ്ണിൻ്റെ സ്ഥാനത്ത് മെയ്യിനെ പിന്നെ അവൻ കാണാണ്. ഇതും കൂടി കണ്ടവനാണെങ്കിൽ ആ പെണ്ണിനെ പിടിച്ച് അടിക്കുകയാണ്. ആ പെണ്ണും തിരിച്ച് നന്നായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ അടി കിട്ടിയ നമ്മുടെ പായുവിന് അടുത്ത പെണ്ണിനെ സെറ്റാക്കി കൊടുക്കാണ്. ആ പെണ്ണിൻ്റെ ഒപ്പം പോകുന്നത് റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ചെന്ന് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ താഴെ പോകുമ്പോൾ എടുത്തു കൊടുക്കാനായിട്ട് പായു ഒന്ന് കുനിയുന്നുണ്ട്. കുഞ്ഞത് മാത്രമാണ് അവന് ഓർമ്മയുള്ളൂ. നേരെ നിൽക്കുമ്പോഴേക്കും മുമ്പിൽ കാണുന്നത് ആരെയാണ്? പിന്നെ മെയ്യെ തന്നെയാണ്. ഇത് കണ്ട് പേടിച്ചതും അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഫുഡും ടേബിളൊക്കെ എടുത്ത് തട്ടാണ്. ഈ ഫുഡെല്ലാം മറിഞ്ഞ് എന്ന് വീഴുന്നത് ഡേറ്റിന് വന്ന ആ പെണ്ണിൻ്റെ മേത്താണ്. അവൾക്കാണെങ്കിൽ തൃപ്തിയായി എന്നുള്ളൊരു ഫീലിങ്സിലാണ് അവിടെ ഇരിക്കുന്നത്. സീരിയല് നമ്മുടെ പായു ആണെങ്കിൽ മുഖവും തിരുമ്പി ഇരിക്കാണ്. ചക്കര നല്ലൊരു സ്ലാപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ജബ്ബ് അറിയുന്നുണ്ട് ഇതൊക്കെ നിന്റെ ഹാലൂസിനേഷൻ ആണെന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ്, പ്ലാൻ ബി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അവളെ ആദ്യം ഒന്ന് വാച്ച് ചെയ്യട്ടെ എന്ന്. അങ്ങനെ മെയിൻ്റെ പുറകിൽ നമ്മുടെ ജിബ്ബ് പോവാണ്. ഇവരെ കൊണ്ടാണെങ്കിൽ കോമഡിയാണ്. ഇവർ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോഴേക്കും അവിടെയുള്ള ആൾക്കാർ വെൽക്കം ചെയ്യുന്ന ഉച്ച കേട്ടിട്ട് അവൻ തന്നെ ഒന്ന് ഞെട്ടി ഓടി ഇറങ്ങുന്നുണ്ട്. മെയ് ഒന്ന് നോക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ അവിടെ ഒരു ടേബിളിൻ്റെ സൈഡിൽ ഒളിച്ചിരുന്നിട്ട് അവളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിയുമ്പോൾ അവിടുത്തെ വെയിറ്റർ വന്നിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറയുന്നുണ്ട്. അവനാണെങ്കിൽ അതിൻ്റെ വിലയെല്ലാം കാണുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. എല്ലാത്തിനും ഒടുക്കത്തെ പൈസയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അവനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മതി എന്ന് പറയുമ്പോഴേക്കും വെള്ളം മാത്രമല്ല എന്തെങ്കിലും ഒരു ഡിഷും കൂടെ ഓർഡർ ചെയ്യാനായിട്ട് അവിടുത്തെ വെയിറ്റർ പറയുമ്പോൾ അന്നൊരു ഫ്രഞ്ച് ഫ്രൈസ് തന്നേക്ക്, വേറൊന്നും വേണ്ടട്ടോ എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതേ സമയം പായുവാണെങ്കിൽ ഒരു ഊബർ ബൈക്കിൽ വന്നിറങ്ങാണ്. അവൻ വന്നിറങ്ങുമ്പോൾ എത്രയെന്ന് നോക്കുമ്പോഴേക്കും 20 ബാത്ത് എന്നാണ് അറിയുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ പിന്നെ മെയ്യെ കാണുകയാണ്. മെയ്യാണെങ്കിൽ അവനോട് സംസാരിക്കുന്ന പോലെ തോന്നിയിട്ട് അവൻ പേടിച്ച് അവിടെ ഒന്ന് തട്ടി വീഴുന്നുണ്ട്. അവൻ്റെ ഫോണാണെങ്കിൽ കയ്യിൽ നിന്നൊന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ സ്കാൻ ചെയ്യുമ്പോഴേക്കും അയാൾ ധൃതിക്ക് പോകുന്ന കാണുമ്പോൾ അവൻ ഫോണിട്ടൊന്ന് നോക്കും. 20 ബാത്ത് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചെക്കൻ്റെ കയ്യിൽ നിന്ന് പോയേക്കുന്നത് 2000 ബാത്താണ്. പെട്ടെന്ന് തന്നെ മെയ്യെ കാണുന്നുണ്ട്. അവൻ പേടിച്ച് അവിടെ തട്ടി വീഴാൻ പോകുമ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണാണെങ്കിൽ ഒരു കാനയുടെ ഇടയിട്ട് വീഴാൻ പോയി കിടക്കുകയാണ്. എന്താല്ലേ ഇടിവത്തിയവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ പായുവിൻ്റെ അവസ്ഥ ഇപ്പോൾ. അവനാണെങ്കിൽ ആ ഫോൺ എടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ജബ്ബ് വിളിക്കും. ആ വൈബ്രേഷനിൽ ആ കാനയുടെ ഉള്ളിട്ട് ഫോൺ അങ്ങ് വീഴാണ്. അവൻ ഒരുവിധം കൈയിട്ട് ആ കോള് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജബ്ബ് വിളിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ്യിപ്പ് എൻ്റെ അടുത്തുണ്ട്, നിൻ്റെ അടുത്തുണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും എൻ്റെ അടുത്തുണ്ട്, എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, എനിക്ക് കാണാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ജബ്ബാണെങ്കിൽ ഇന്നുകൊണ്ട് അവളുടെ കള്ളക്കളി പൊളിക്കാൻ എൻ്റെ അടുത്തിരിക്കുന്നത് ഒറിജിനൽ ആണോ എന്ന് നീ പറഞ്ഞ പോലെ എന്തെങ്കിലും സാധനം ഞാൻ എറിഞ്ഞു നോക്കാന്ന് പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് മെയിൻ്റെ തലയിൽ കുറെ ഫ്രൈസ് ഇരിക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ പായുവിന് പകരം ജബ്ബാണ് മുഖവും തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെയിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എടാ അവള് ഒറിജിനൽ ആണ്, നീ ഒരു കാര്യം ചെയ്യുന്നു, നിനക്ക് ഇതൊക്കെ ഹലൂസിനേഷൻ ആണ്, ഒരു ഡോക്ടറിനെ കാണാൻ പറയുന്നുണ്ട്. ഡോക്ടറിനെ കാണുന്ന പായുവിനാണെങ്കിൽ റിസൾട്ട് കിട്ടുന്നത് അവന് കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമൽ ആണെന്നാണ്. അങ്ങനെ നമ്മുടെ പായുവിന് വായിക്കാനാണെങ്കിൽ ജബ്ബ് കുറച്ചധികം പുസ്തകങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് ജപ്പാനിലെ ഒരു പുസ്തകമാണ്. ഈ റിച്വൽസിലൂടെ പ്രേതങ്ങളെയൊക്കെ നമ്മുടെ അടുത്ത് വരുത്താൻ പറ്റും. നിന്റെ ഗേൾ ഫ്രണ്ട് കഴിഞ്ഞ മാസം ഒരു സ്ഥലത്ത് പോയില്ലായിരുന്നോ,
ആ പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അതിലെഴുതിയേക്കുന്നത് പായുവിന് എന്നോട് ഇഷ്ടം കൂടണമെന്ന്. അതേപോലെ ഈ ബുക്കിലുണ്ടടാ, റിച്വൽസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാന്ന്. അവനാണെങ്കിൽ ആ ഫോട്ടോയും ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒരു സ്ട്രിങ്ക് എന്നാണ് പറയുന്നത്. ഈ സ്ട്രിങ്കിൽ പോയിട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്തുള്ള ആ പ്രേതത്തിന്റെ റിച്വൽസ് ഒക്കെ പൊക്കോളൂ. ജബ്ബു പറഞ്ഞു തീരാൻ കാത്തുന്ന പോലെ നമ്മുടെ പായു നെക്സ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ പോവാണ്. ഫ്ലൈറ്റ് നോക്കിയിട്ട് പോയി വിജയിച്ചു വാ, ഈ ബ്ലാക്ക് മാജിക് ഒക്കെ നമുക്ക് കൈയോടെ തന്നെ അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് താഴെ നിന്നിട്ടും നമ്മുടെ ജബ്ബു കുറെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പായു ആണെങ്കിൽ ഇപ്പോൾ തായ്ലാൻഡിൽ നിന്ന് ജപ്പാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ജബ്ബിനാണെങ്കിൽ ടോയ്ലറ്റിൽ പോകാനായിട്ട് അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. എടാ ഞാൻ ഇവിടെ എത്തി, എനിക്ക് ഇനി ഈ റിച്വൽസ് ഒക്കെ നടക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇട്ടാ ഞാൻ നടന്നു നോക്കോളാം എന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഈ സീരീസിന്റെ തുടക്കത്തിൽ കണ്ട സീൻ കാണുന്നത്. അവനെ നോക്കി നിൽക്കുന്ന മെയ്യോണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല പൊക്കോളാനായിട്ട് പറയുന്നത്. അവനാണെങ്കിൽ ജബ്ബ് കൊടുത്ത വെപ്പണും കൈ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. ഈ കത്രിക കൊണ്ട് വേണം അത് കട്ട് ചെയ്ത് കളയാന്ന്. അങ്ങനെ നമ്മുടെ പായു ആണെങ്കിൽ റിച്വൽ നടക്കുന്ന അമ്പലത്തിൽ ചെന്നിട്ട് അവിടുത്തെ എല്ലാ പ്ലേറ്റ് ബോർഡും വായിച്ചു നോക്കാണ്. പക്ഷേ നമ്മുടെ മെയ് എഴുതിയ ഒരു പ്ലേറ്റ് ബോർഡും അവിടെ കാണാൻ പറ്റുന്നില്ല. അതേസമയം നമ്മുടെ ബാത്റൂമിലായിരുന്ന ചെപ്പിനെ വിളിച്ചിട്ട് എടാ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും അവൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് എത്തുന്നത് ഈ ഏരിയ തന്നെ ഒരു 95 ഇങ്ങനത്തെ സ്ട്രിമ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു ദിവസം ഒരു 5-6 എണ്ണത്തില് പോകണമെന്ന് പറയുന്നുണ്ട്. 4 ദിവസം മാത്രം സ്റ്റേ ചെയ്യാനുള്ള കാശാണ് നമ്മുടെ പായുവിൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെ അവൻ ഓരോ അമ്പലമായിട്ട് കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. 4ാമത്തെ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ മെയ് പറയാണ് ഇതാണ് നിനക്ക് വേണ്ടത്, ഇന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അത് എയറിലേക്ക് അങ്ങ് എറിഞ്ഞാളെയാണ്. ഇത് പിടിക്കാനായിട്ട് നമ്മൾ പായു ഓടുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നിന്ന് ഒരു സ്കൂട്ടി വരുന്നുണ്ട്. ഇതാണ് ഈ സീരീസിലെ തന്നെ കഥാനായിക. ഇവളുടെ പേരിപ്പോ കാണിക്കുന്നില്ല. അവളാണെങ്കിൽ പായുവിനൊന്ന് വണ്ടി ചെറുതായിട്ട് ഇരിക്കുന്നുണ്ട്. അവന്റെ കാലൊക്കെ ഒന്ന് മടങ്ങിയിട്ട് ചെറിയൊരു ആക്സിഡന്റ് അവിടെ സംഭവിക്കുകയാണ്. അവളാണെങ്കിൽ ഓടി വരുമ്പോഴേക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കുമ്പോഴേക്കും നീ തായാണോ, നിനക്ക് തായ അറിയാന്ന് നോക്കുമ്പോൾ അവള് ഇല്ലില്ല എനിക്ക് തായ അറിയില്ലെന്ന് ഇംഗ്ലീഷിൽ പറയാണ്. അന്നേ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവല്ലോ, നീ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ അവള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പായു അങ്ങോട്ട് വരുന്നത്. ചെക്കൻ്റെ കാലിന്റെ കാര്യത്തില് എന്തായാലും തീരുമാനമായിട്ടുണ്ട്. അവളോടാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ബില്ലിനുള്ള പൈസ തരാൻ പറയുമ്പോൾ അവള് ജപ്പാനില് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാണ് എൻ്റെ പൈസ ഒന്നുമില്ല, കാരണം എൻ്റെ സേവിങ്സ് അല്ല, ഞാനൊരു പാവം പിടിച്ച പെണ്ണാണ്. ഇതും കൂടി കാണുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. അന്നൊരു കാര്യം ചെയ്ത് നിന്റെ ID കാർഡ് എൻ്റെ തന്നേക്കാൻ പറഞ്ഞിട്ട് അവളുടെ ID കാർഡ് അവൻ മേടിച്ചെടുക്കാണ്. ID കാർഡ് എൻ്റെ അടുത്തിരുന്നോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ബില്ലെല്ലാം അടച്ചിട്ട് അവളുടെ അടുത്ത് വന്ന് അത് കാണിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഒരു വലിയ എമൗണ്ട് ആണ്, ഇതെനിക്കിപ്പോൾ തിരിച്ച് അടക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴേക്കും അത് കുഴപ്പമില്ല, എനിക്കൊരു ഡീലുണ്ട്, എനിക്കിവിടെ കുറച്ച് റിൽസിലൊക്കെ പോകണം, അപ്പം നീ എന്നെ അവിടേക്ക് ഒന്ന് കൊണ്ടുപോകണം, എന്നെ ഹെൽപ്പ് ചെയ്യണം, ഇതാണ് ഡീല്. അതിനവള് സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ചാനൽ ഒന്ന് സബും കൂടി ചെയ്തേക്കുക.